എംഎച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മളിന്നിവിടെ ലാഭകരമായി എങ്ങനെ പോത്തിനെ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടെ വീഡിയോ. എല്ലാ സുഹൃത്തുക്കളും പോത്തിനെ വളർത്തുന്നതിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ വീഡിയോ കണ്ടാൽ അതൊരു പ്രയോജനമായിരിക്കും. ഒരുപാട് പുതിയ കർഷകർ പോത്ത് വളർത്തലിലേക്കായി വരുന്നുണ്ട്. അവരോട് പറയാനുള്ളത് നിർദ്ദേശം, നമ്മൾ എപ്പോഴും പോത്തിനെ വളർത്തുമ്പോൾ കൂടുതൽ പൈസ ചിലവാക്കി തീറ്റകൾ മേടിച്ച് കൊടുത്ത് വളർത്തരുത്. ഏറ്റവും കഴിയുന്നത് ഒരു ദിവസം 25 റുപ്യയിൽ ഒതുക്കണം. അതിനുള്ള തീറ്റ ഞങ്ങളവിടെയൊക്കെ കിട്ടും. കുറഞ്ഞ ചിലവിലുള്ള തീറ്റ കിട്ടും, ചില സ്ഥലങ്ങളിൽ കിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ തവിട്, ഗോതമ്പ് തവിട് എല്ലായിടത്തും കിട്ടും. അവിടെ അത് മേടിച്ച് കൊടുത്താലും മതി. ഞാൻ ഈ പോത്ത് വളർത്തലിലേക്ക് വന്നത്, ആദ്യം ഞാനൊരു പോത്തിനെ 5500 റുപ്യക്ക് മേടിച്ചു. അത് 11 മാസം നോക്കി 45,000 റുപ്യക്ക് വിറ്റു. 45,000 റുപ്യക്ക് ആ പോത്തുകുട്ടിനെ വിറ്റപ്പോൾ എനിക്ക് തോന്നി ഇത് ലാഭമുള്ളൊരു ഏർപ്പാടാണ്, ഒരു കച്ചവടമാണെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ കൂടുതൽ പോത്തുകുട്ടികളെ വാങ്ങി വളർത്താൻ തുടങ്ങി. അപ്പോൾ എനിക്കതിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 പോത്തും 2 മൂരിയുണ്ട്. എല്ലാം ഞാൻ 10,000-ന് താഴെയുള്ള വിലയിലാണ് വാങ്ങുക. ഈ നിൽക്കുന്ന രണ്ടെണ്ണം ഇപ്പോൾ 50,000-ൻ്റെ മുകളിൽ വിറ്റാൽ കിട്ടും. ഞാൻ 10,000-ന് താഴെ മേടിച്ചതാണ്. വലിയൊരുനാൾ സീസൺ കണ്ടാണ് ഞാൻ പോത്തുകളെ വിൽക്കലും വളർത്തലും. വലിയൊരുനാളിന് നല്ല ഡിമാൻഡാണ് പോത്തിന്. ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ പോത്തുകളെ വിൽക്കാവും. ആ സമയത്ത് നല്ല വില കിട്ടും. നല്ല ഡിമാൻഡ് ഉള്ള ടൈമാണ് പോത്തിന്. എല്ലാ സമയത്തും പോത്തുകൾക്ക് വില കിട്ടില്ല. അപ്പോൾ എംഎച്ച് വ്ളോഗ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ പരിപാടിയായിട്ട് വരുന്നത്. ഞാൻ പോത്ത് വളർത്തി തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിപ്പോൾ ഈ 2 പോത്തുകളെ വിൽക്കാൻ ഇനിയിപ്പോൾ 2-3 മാസം കൂടി ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഞാൻ ചിലവാക്കിയ തീറ്റ ഒരെണ്ണത്തിന് 10,000-ൽ താഴെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വാഴയുടെ തണ്ട്, പുല്ല് കിട്ടാത്ത സമയത്ത് വൈക്കോലും കൊടുക്കും. വൈക്കോലൊരു നഷ്ടമായിട്ട് അതിന് കുറച്ച് പൈസ മുടക്കണം. ഒരു കെട്ടിന് 200 റുപ്യ വെച്ച് കൊടുക്കണം. ആ 200 റുപ്യ അത് നമുക്ക് ചാണകത്തിൽ നിന്ന് കിട്ടും. ഒരു മാസം ചാണകം തന്നെ കൊടുത്താലും അവർക്ക് ഈ വൈക്കോല് കൊടുക്കുന്ന പൈസക്കുള്ള ചാണകം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരു നഷ്ടക്കച്ചവടമായി കണക്കാക്കണ്ട. ഈ വേനൽക്കാലത്തുള്ള ചാണകം നമ്മൾ സ്വരൂപിച്ച് വിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു ചാക്കിന് 200 റുപ്യ വെച്ച് കിട്ടും. ഒരു ചാക്കിന് അധികമൊന്നും വേണ്ട. ഒരു ദിവസത്തെ 2 ദിവസത്തെ ചാണകം ഉണ്ടായാലും ഒരു ചാക്കാവും. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം, എനിക്ക് കുറച്ച് വാഴ കൃഷിയുണ്ട്. എൻ്റെ വാഴയിലും അവിടെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ചാണകം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതില്ലെങ്കിൽ ഞാൻ 15,000-20,000 റുപ്യയുടെ ചാണകം ഞാൻ പുറത്തുനിന്ന് വാങ്ങലായിരുന്നു. ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് അതൊരു ലാഭമാണ്. അപ്പോൾ അതിന് ഞാൻ വല്ല വൈക്കോല് ഞാൻ വാങ്ങി കൊടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വൈക്കോല് കൊടുക്കലൊരു നഷ്ടമായിട്ട് കൂട്ടണ്ട. അത് നമുക്കിങ്ങനെ ചാണകത്തിൽ നിന്നതിലെ പൈസ കിട്ടും. ഇന്നിപ്പോൾ നമ്മളെ പോത്തുകുട്ടന്മാർക്ക് ഇതായി നിൽക്കുന്ന ഈ 2 പേർക്കും പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊടുത്തിട്ടില്ല. രാവിലെ കൊടുത്തത് കുറച്ച് വേസ്റ്റ് റൈസ് വേവിച്ച് അത് കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരാൾ വെള്ളം കുടിച്ചില്ല, മറ്റേ ആൾ ആ സമയത്ത് കുടിച്ചില്ല. പിന്നെ ഞാൻ ഒരു പൊടി തവിടിട്ട് ഉച്ചൻ്റെ ശേഷം അവന് വെള്ളം കൊടുത്തു. അപ്പോൾ കുടിച്ചു. അപ്പോൾ വലിയൊരു ബക്കറ്റിന് 1 ബക്കറ്റ് വെള്ളം കുടിച്ചു. പിന്നെ ഈ നിൽക്കുന്ന മോരിക്കുട്ടനും ഇവനും അങ്ങനെ തന്നെയാണ്. ഇവന് വെള്ളം എത്ര കൊടുത്താലും കുടിക്കും. അതിന് നല്ല തീറ്റയും വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോത്ത് വളർത്തുന്ന രീതി. ഞാനിപ്പോൾ പോത്ത് വളർത്തി തുടങ്ങിയിട്ട് 3 വർഷമായി. എനിക്കിത് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. നല്ല ഒരു വർഷത്തിൽ 4-5 പോത്തുകളെ ഞാൻ വളർത്തി വലുതാക്കി വിൽക്കുന്നുണ്ട്. അതുപോലെ നല്ല തിരക്കടില്ലാത്തൊരു പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ പല കച്ചവടങ്ങളൊക്കെ ചെയ്ത് നോക്കി, എല്ലാം നഷ്ടത്തിലായപ്പോൾ ഇതിങ്ങനെ ലാഭത്തിൽ വന്നപ്പോൾ ഇതിലേക്ക് തിരിഞ്ഞതാണ്. എല്ലാ കർഷകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പോത്ത് വളർത്തുമ്പോൾ നമ്മൾ പോത്തിന് തീറ്റ കൊടുക്കുമ്പോൾ പച്ചക്കറി വേസ്റ്റ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ കേബേജിൻ്റെ തൊലിയുണ്ടല്ലോ, കേബേജിൻ്റെ വേസ്റ്റ്, അത് ചീഞ്ഞതും വീടൊന്നതൊന്നും കൊടുക്കാൻ പാടില്ല. അത് കൂടുതൽ കൊടുത്താൽ പോത്തുകൾ ചത്തുപോകാൻ വരെ ചാൻസ് ഉണ്ട്. അത് ചീഞ്ഞതൊന്നും കൊടുക്കാൻ പാടില്ല. ചൂടാണത്, വയറിന് അസുഖം പിടിക്കും. അതുപോലെ പഴകിയ ചോറ് കൊടുക്കാൻ പാടില്ല. പഴകിയ ചോറ് കൊടുത്ത് പല സ്ഥലങ്ങളിലും പോത്തുകൾ ചത്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ പോത്തുകൾക്ക് അങ്ങനെ പഴകിയ ഒരു സാധനം കൊടുക്കാറില്ല. ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ കൊടുക്കുന്നത് പുതിയ സാധനങ്ങൾ, ഈ വേസ്റ്റ് റൈസ് വേവിച്ച് അതും പിന്നെ പുല്ല് വൈക്കോല് അതെത്രയും കൊടുക്കാം. പക്ഷേ പഴകിയ ചോറ് ഒരിക്കലും കൊടുത്തു പോകരുത്. കേബേജിൻ്റെ വേസ്റ്റ് ഇതും കൊടുക്കാൻ പാടില്ല. അപ്പോൾ MH ബ്ലോഗ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ജബ് തക് കലിയെ ഇത്നാ ഹി. വന്ദേ മാതരം. നിർത്തും.